മഹാദാനപുരത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ആരംഭിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ബസ്സിന് മുകളിലെത്തി ഇവിടെ കൂടി നിൽക്കുന്ന ജനങ്ങളോട് അല്ലെങ്കിൽ യുവാക്കളോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കും. രാവിലെ മുതൽ തന്നെ വലിയ ജനക്കൂട്ടമാണ് നമുക്ക് മഹാദാനപുരത്ത് കാണാൻ കഴിയുന്നത്. കാരണം മഹാദാനപുരത്ത് നിന്ന് 3 കിലോമീറ്റർ റോഡ് ഷോയായി കന്യാകുമാരി ജംഗ്ഷനിലേക്ക് അദ്ദേഹം പോകും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ് അദ്ദേഹത്തിന് പ്രചരണത്തിന് പോലീസ് അനുമതി നൽകിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിജയ് തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് വേണ്ടി എത്തിയ ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ വാഹനത്തെ പിന്തുടർന്നുകൊണ്ട് യുവാക്കൾ പോകുന്നത് അപകടത്തിനിടയാക്കിയിരുന്നു. അങ്ങനെ ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു പര്യടനം റദ്ദാക്കി. പക്ഷേ ഇന്ന് പര്യടനം നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും പോലീസ് കനത്ത സുരക്ഷ ഈ വിഷയത്തിൽ ഏർപ്പെടുത്തുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രാവിലെ മുതൽ തന്നെ പോലീസിന്റെ സന്നാഹം ഇവിടെ തന്നെ ഉണ്ട്. വലിയ സുരക്ഷ ഒരുക്കുന്ന സന്നാഹം പോലീസ് ഇവിടെ ഉണ്ട്. ഏതാണ്ട് 2000-ഓളം പോലീസുകാർ ഇതിനു വേണ്ടി മാത്രം ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കിവിടെ കാണാൻ കഴിയുന്നത് യുവാക്കളുടെ വലിയ ഒരു കൂട്ടമാണ്. അദ്ദേഹം ഇന്ന് രാവിലെ ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് തിരുനെൽവേലി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്ന് അവിടെ നിന്ന് റോഡ് മാർഗമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കന്യാകുമാരിയിലെ മഹാദാനപുരത്തേക്ക് എത്തിച്ചേരുന്നത്. വലിയ ആവേശത്തോടു കൂടിയാണ് അദ്ദേഹത്തെ ഇവിടെ വരവേൽക്കാൻ വേണ്ടിയുള്ള ആൾക്കൂട്ടം, യുവാക്കളുടെ കൂട്ടം നമുക്ക് കാണാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. കന്യാകുമാരി ജില്ലയിലെ 6 മണ്ഡലങ്ങളിലേക്കുള്ള പ്രചരണ പരിപാടികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേരുന്നത്. ഇന്ന് ഈ പര്യടനത്തിന് ശേഷം അദ്ദേഹം മറ്റ് ജില്ലകളിലേക്ക് പോയി അവിടെയും പ്രചരണം നടത്തും. എന്തായാലും വലിയ ജനത്തിരക്കുള്ളത് കൊണ്ട് ഇവിടെ പോലീസിന്റെ വലിയ സന്നാഹമുണ്ട്. വിജയുടെ പേഴ്സണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് വലിയ സന്നാഹം ഉണ്ട്. ഇത് വലിയ ചൂട് തമിഴ്നാട്ടിൽ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ ആ ചൂടിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ജനങ്ങളുടെ വലിയ കൂട്ടം, യുവാക്കളുടെ വലിയ കൂട്ടം ഇങ്ങോട്ടേക്ക് മഹാദാനപുരത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അവർ ഈ വെയിലിനെ അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നത്. അദ്ദേഹത്തിന്റെ ഏത് പരിപാടിയിൽ നോക്കിയാലും വലിയ ജനത്തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുതന്നെയാണ് നമുക്ക് ഇവിടെയും ഈ കന്യാകുമാരിയിലും കാണാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിന്റെ പര്യടന പരിപാടിയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കരൂർ അപകടം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഈ വാഹനത്തെ പിന്തുടർന്നുകൊണ്ട് യുവാക്കൾ പോകുമ്പോൾ അങ്ങനെ അപകടം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷ കൂടുതലായി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് വിജയ് ഓരോ പര്യടന പരിപാടിയിലും പങ്കെടുത്തുകൊണ്ട് ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പരിപാടിയിലെ ആൾക്കൂട്ടം പ്രധാനപ്പെട്ട മുന്നണികളെല്ലാം ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ടായിരുന്നു. എന്നാൽ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്ന അദ്ദേഹം 15% മുതൽ 20% വരെ വോട്ട് വിഹിതം നേടിയെടുക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. നഗര കേന്ദ്രീകൃത സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ഗ്രാമീണ ദ്രാവിഡ മേഖലകളിൽ അദ്ദേഹത്തെ എത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും പ്രവർത്തകരുടെ അല്ലെങ്കിൽ ആരാധകരുടെ ആവേശം നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ പ്രകടമാണ്. ഈ വെയിലിനെ അവഗണിച്ചുകൊണ്ട് വലിയ ആവേശത്തോടു കൂടിയാണ് വിജയിയെ വരവേൽക്കാൻ വേണ്ടി ഇവിടെ അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. കൃത്യം 3 മണിക്ക് മുമ്പ് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം തിരുനെൽവേലി വിമാനത്താവളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും തമിഴ്നാട് തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ്. ആരാധകരൊക്കെ വലിയ ആവേശത്തിലുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൈനുൽ അബ്ദീനാണ്